പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗപ്പെടുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സൗഖ്യത്തോടെ ആയിരിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എഫേസ്യർ 4-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം, എഫേഷ്യൻസ് ചാപ്റ്റർ 4:26. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുള്ളൂ, നിങ്ങൾ കോപം വെച്ചുകൊണ്ട് ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ നമ്മുടെ ജീവിതത്തെ നമുക്ക് കാണുവാൻ പറ്റും. നിൻ്റെ സന്തോഷവും ജീവിക്കാനുള്ള വലിയ ആശയമൊക്കെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് വളരെ നിരാശയോടെ ഡെസ്പറേറ്റായിട്ട്, എൻ്റെ ജീവിതത്തെ കർത്താവേ നീ ഒന്ന് പണിയണമേ, ആരെയെങ്കിലും അയച്ച് എൻ്റെ ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എൻ്റെ ഈ ദേഷ്യവും അതൊന്നും കോപത്തിന് കാരണമായി തീരാതെ വണ്ണം, കോപം മൂലം ഞങ്ങൾ അങ്ങനെ സംസാരിപ്പാൻ ഇടയാകാതെ കർത്താവേ നീ എന്നെ സഹായിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ദൈവത്തിലായിരിക്കാം നീ. പ്രൈസ് ഗോഡ്. പണ്ടൊക്കെ നീ ഓർത്ത് കാണും, ആങ്കർ എന്ന് പറയുന്നത് ഒരു സിൻഫുൾ ഇമോഷനാണെന്ന്. എന്നിട്ട് നീ ദേഷ്യപ്പെട്ടതിന് ശേഷം നീ തന്നെ നിനക്ക് കുറ്റബോധമുള്ളവളായിട്ട് തീരും. ശരിയല്ലേ ഞാൻ പറയുന്നത്? പക്ഷേ ഈ ദേഷ്യത്തെ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ, കാഴ്ചപ്പാടിലൊന്ന് കാണണം. തിരുവചനം ആങ്കർ എന്ന് പറയുന്നത് ഒരു വലിയ പാപമാണെന്ന് പറയുന്നില്ല. എന്നാൽ ആങ്കർ നമ്മെ പാപത്തിലേക്ക് നയിക്കാം, നമ്മെ കൺട്രോൾ ചെയ്യുവാൻ നമുക്ക് വിട്ടുകൊടുക്കാം. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന വലിയ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു വികാരമാണ് ഈ ദേഷ്യം. ദേഷ്യം ഒരു വ്യക്തിക്ക് വന്നാൽ ഒന്ന് മാനേജ് ചെയ്യുവാനും ഇത് ഉതകുന്ന കാര്യം, ഒരു വെല്ലുവിളി തന്നെ. പ്രൈസ് ഗോഡ്. അതുപോലെ ആങ്കർ, ദേഷ്യം ജീവിതത്തിൽ വന്നാൽ ബന്ധങ്ങൾ ഇല്ലാതെയാകും. പ്രൈസ് ഗോഡ്. എന്നാൽ നാം റൈച്വസായിട്ട് ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പിന്മാറ്റ സമയത്ത് ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ളൊരു ഫ്യൂവൽ എന്ന് പറയുന്നത് ആങ്കർ ആയിരിക്കും. ഞാൻ പറയട്ടെ, നമ്മുടെ ഇമേജിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു. എല്ലാ വികാരങ്ങളും മനുഷ്യനുണ്ട്. ദേഷ്യപ്പെടാനുള്ള വികാരം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഇമോഷണൽ ലൈഫ് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ ആ പവർഫുള്ളായിട്ടുള്ള ശക്തിയുള്ള ഇമോഷൻ നാം എപ്പോഴും ദൈവത്തെങ്കിലേക്ക് തിരിയണം. ഒരിക്കലും ഒരു ഡിസ്ട്രക്റ്റീവ് തിയോളജിയിലേക്കോ ഡിസ്ട്രക്റ്റീവ് തിങ്കിങ്ങിലേക്കോ ഡിസ്ട്രക്റ്റീവ് കോപ്പിംഗ് സ്കില്ലിലേക്കോ ഒന്നും പോകാൻ തക്കവണ്ണം ഇടയാകരുത്. പ്രൈസ് ഗോഡ്. കുഞ്ഞെ, തുടക്കത്തിലുണ്ടായിരുന്ന നിൻ്റെ സഫറിങ്സിൻ്റെ വെയിറ്റ് നീ ഇപ്പോൾ വളരെ കുറവല്ലേ ക്യാരി ചെയ്യുന്നത്? അതുപോലെ നിരാശകൾ ജീവിതത്തിൽ വരുമ്പോൾ, പ്രതികൂലം ജീവിതത്തിൽ വരുമ്പോൾ, ഞാൻ പറയട്ടെ, നീ സ്റ്റക്കായി പോകുന്നുണ്ടോ? നീ സ്റ്റക്കായി പോയാൽ അത് ഡേഞ്ചറസ് ആണെന്ന് ഓർത്തോണം. നമ്മുടെ വേദനയെ നാം മുന്നോട്ട് കൊണ്ടുപോകണമെന്നല്ല അതിൻ്റെ അർത്ഥം. സ്റ്റക്കായി എന്നുള്ളപ്പോൾ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ഇൻവിറ്റേഷൻ ടു അഡീഷണൽ പെയിൻ. വില കൊടുത്ത അനേക ദൈവമക്കൾ ഈ നാളിൽ സുവിശേഷ വേലയിൽ നിൽക്കുന്നത്. നമ്മൾ സ്റ്റക്കായി പോയാൽ യാതൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിക്കുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ബി സ്റ്റക്ക്. അത് ഓർത്തോണം. അത് സിമ്പിളായിട്ടുള്ള ഒരു പെയിൻ അല്ല, പ്രൊലോങ്ങിങ് ആയിട്ടുള്ള ഒരു പെയിൻ തന്നെയാണ്. അതുകൊണ്ട് അഡീഷണൽ പെയിൻ സഹിക്കാൻ ഒരുക്കമുള്ളവരായി നാം ഇരിക്കുകയും മറ്റുള്ളവരെ അതിനെ അഭ്യസിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ സ്റ്റക്കായിരിക്കുമ്പോൾ നമ്മുടെ ജോയിനെ അത് റോബ് ചെയ്യുക, നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോവുക. ദൈവം എല്ലാ സ്റ്റാഗ്നൻ്റ് ക്രീക്സും നമ്മുടെ ജീവിതത്തിലുള്ളതിനെ ക്ലിയർ ചെയ്യാൻ തക്കവണ്ണം മുന്നോട്ട് നീങ്ങുക. ഞാൻ ഹല്ലേലൂയ നിങ്ങളെ ചലഞ്ച് ചെയ്യുക. ആങ്കർ നാം ജീവിതത്തിൽ വെച്ചു പുലർത്തിയാൽ നാം സ്റ്റക്കായി പോകും.
നാം ബൗൺസ് ബാക്ക് ചെയ്യും. ശരിയല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇതിനെല്ലാം റീപ്ലേസ് ചെയ്യാനുള്ളൊരു കാര്യമാണ് ആങ്കർ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആങ്കർ കൊണ്ട് സ്റ്റോംസൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ഓരോരുത്തരുടെ ബലഹീനതകളാണ്. ആ ബലഹീനതകളെ അതിജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. എഫേസ്യ ലേഖനം 4:26 പറയുന്നത്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുള്ളൂ, നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്നുമാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിൻ്റെ ഇനീഷ്യൽ സഫറിങ് മാത്രമല്ല നീ ഇപ്പോൾ അനുഭവിക്കുന്നത്, നീ സ്റ്റക്കായിപ്പോയതിൻ്റെ സഫറിങ്ങും നീ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, സ്റ്റക്കാകുന്നത് ഇറ്റ് ഈസ് ഡേഞ്ചറസ്. അത് സിമ്പിളല്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അഡീഷണൽ പെയിൻ ഒന്നും ഏറ്റെടുത്ത് വെക്കാതെ, കോപിക്കാതെ, ജീവിതത്തെ ക്ലിയറാക്കിക്കൊണ്ട് വെല്ലുവിളിയുടെ മേൽ ജയമെടുപ്പാൻ തക്കവണ്ണം ദൈവമിടയാക്കട്ടെ. എപ്പോഴും വൈ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിനക്ക് ദൈവം തന്നത് നീ സൂക്ഷിക്കുക. ദൈവം ഇതിലേ നിന്നെ റിഫ്രഷ് ചെയ്യുവാനുള്ള ദൂതഗണങ്ങളെ ദൈവം സ്വർഗത്തിൽ നിന്ന് അയക്കും. അതുകൊണ്ട് ഏത് സ്റ്റോം വന്നാലും, ഏത് കാറ്റ് വന്നാലും, ഏത് ചുഴലിക്കാറ്റ് വന്നാലും, കൊടുങ്കാറ്റ് വന്നാലും, ഹല്ലേലൂയ, ഒരിക്കലും നിന്നെ നശിപ്പിക്കത്തില്ല. ആ സ്ട്രഗിളും നീ കടന്നുപോയി പുറത്തു വരും. നിനക്ക് ദേഷ്യമാണോ കുഞ്ഞെ? യൂസ് ഇറ്റ് എസ് എ മൊമെൻറ്റം ടു ഗെറ്റ് അൺസ്റ്റക്ക്. വെച്ചുകൊണ്ടിരിക്കരുതേ. ആങ്കർ, കോപം വെച്ചുകൊണ്ടിരിക്കരുതേ. പ്രൈസ് ഗോഡ്. നമ്മുടെ സഫറിങ്സും നമ്മുടെ ചിന്തയും നമ്മുടെ ഇമോഷൻസും നമ്മുടെ സ്വഭാവവും എല്ലാം തമ്മിൽ ഒരു ബന്ധം. നമ്മളെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ദൈവം ട്രാൻസ്ഫോം ചെയ്യും. നമ്മുടെ സഫറിങ്സിനെയൊക്കെ അക്നോളജ് ചെയ്യും. ഒരു അമേസിങ് ജേർണി നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ദൈവം തരും. സഫറിങ്സിനെ അക്നോളജ് ചെയ്യാൻ പറ്റുമോ? പെയിനെ അക്നോളജ് ചെയ്യാൻ പറ്റുമോ? നിനക്കിഷ്ടമില്ലാതുപോലെ നീ സംസാരിക്കരുത്. ആകാത്ത വാക്കുകൾ ഉപയോഗിക്കരുത്. ജീവിതത്തിൽ ക്യാൻസർ ആണെങ്കിൽ കോൾ ഇറ്റ് ക്യാൻസർ. സൂയിസൈഡ് എന്നുള്ള വാക്കിനെ സൂയിസൈഡ് എന്ന് തന്നെ സംസാരിക്കണം. ഇൻഫെർട്ടിലിറ്റി, കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുന്ന അവസ്ഥ, അതിനെ ഇൻഫെർട്ടിലിറ്റി തന്നെ നീ കാണണം. ഒരു അഫെയർ ഉണ്ടെങ്കിൽ അതിനെ അഫെയർ എന്ന് തന്നെ പറയണം. സഫറിങ്ങിനെയും അങ്ങനെ തന്നെ കാണണം. ഒന്നിനെയും ഷുഗർ കോട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഡോണ്ട് എക്സ്ക്യൂസ് ഇറ്റ്, ഡോണ്ട് മിനിമൈസ് ഇറ്റ്, ഡോണ്ട് എക്സാജറേറ്റ് ഇറ്റ്. ഒന്നിനെയും കുറച്ചും കാണിക്കേണ്ട, ഒന്നിനെ എക്സാജറേറ്റ് ചെയ്യും വേണ്ട. ദൈവത്തിലെ ബി ഹോണസ്റ്റ്. നിൻ്റെ ഇമോഷണൽ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഹല്ലേലൂയ നീ പറയണം. നീ ഡിസ്കറേജ്ഡ് ആണെങ്കിൽ അത് പറ. നീ സാഡ് ആണെങ്കിൽ നീ അത് അഡ്മിറ്റ് ചെയ്യുക. നിൻ്റെ ഹൃദയം തകർന്നിരിക്കുകയാണെങ്കിൽ നീ അത് അക്നോളജ് ചെയ്യുക. നീ സ്കേർഡായിട്ടിരിക്കുകയാണെങ്കിൽ നീ അത് വേർബലൈസ് ചെയ്യുക. നീ നിൻ്റെ നാവ് കൊണ്ടത് പറ. അതിൻ്റെ അർത്ഥം ഹല്ലേലൂയ നീ എല്ലാം ഒരു ഗ്രാഫിക് ഡീറ്റെയിൽഡായിട്ട് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതല്ല അർത്ഥം. ഇതൊരു പണിഷ്മെൻ്റാണെന്നല്ല എൻ്റെ അർത്ഥം. അതിന് പകരം എല്ലാവരും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ നാച്ചുറലി ചില വ്യക്തി ജീവിതങ്ങൾ ചില കാര്യങ്ങൾ അക്നോളജ് ചെയ്യുന്നത് മറ്റുള്ളവരോട് പറയുവാൻ മടിക്കും. ചിലത് ലിറ്ററലി അതെല്ലാം പുറത്തേക്ക് പറയും. ചിലർ വളരെ ട്രസ്റ്റഡായിട്ടുള്ളൊരു ഫ്രണ്ടിനോടോ പാസ്റ്ററിനോടോ അല്ലെങ്കിൽ ഒരു കൗൺസിലിനോടോ പറയത്തുള്ളൂ. ചിലരത് ദേ മേക്ക് ഇറ്റ് എ ജേണൽ, അവർ എഴുതി വെക്കും. ഞാൻ പറയട്ടെ, നമുക്ക് ദൈവത്തോട് സംസാരിക്കണം. ദൈവം തീർച്ചയായിട്ടും നമ്മെ വഴി നടത്തും. നാം അവനെ അനുസരിക്കുന്നതെന്ന് കാണുമ്പോൾ അവന് വീണ്ടും ഒരു ഏർജ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം. നമ്മളൊരു ബാൻഡേഡ് എടുത്ത് നമ്മളൊരു മുറിവിനെ കെട്ടിവെക്കുന്നത് പോലെ, അങ്ങനെ കെട്ടിവെച്ച് കഴിയുമ്പോൾ എന്തോ പറ്റും? ആ മുറിവ് അങ്ങ് കുറയും അല്ലേ? അതങ്ങ് സബ്സൈഡ് ചെയ്യും. എന്നാൽ അത് ഇടയ്ക്കിടയ്ക്ക് തുറന്നുകൊണ്ടിരുന്നാലോ അത് കരിയാൻ പാടാ അല്ലേ? അതുകൊണ്ട് ദൈവപൈതലേ, നിൻ്റെ ജീവിതത്തിലൊരു പെയിൻ വന്നാൽ നീ അത് അക്നോളജ് ചെയ്യുക. ദൈവം നിനക്ക് റിലീഫും തരും, ദൈവം നിനക്ക് ഹോപ്പും തരും. അതുകൊണ്ട് അതിനു വേണ്ടി റെഡിയാകുക. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം.
ദൈവമേ, എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ തരുവാൻ തക്കവണ്ണം ശക്തനാണല്ലോ. നിൻ്റെ കൃപയുടെ ബഹുത്വം മനസ്സിലാക്കി അറിഞ്ഞ് അതിൽ സന്തോഷത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കടന്നു പോകുന്ന പച്ചയായ അനുഭവങ്ങൾ അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ പറഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ വിഷയവും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.